ഇന്നലത്തെ അതേ കോസ്റ്റ്യൂമിൽ ഇന്ന് വീണ്ടും നമ്മൾ ഇറങ്ങിയേക്കുവാണ്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെ നമ്മുടെ ഞായറാഴ്ചയാണ്. നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഷിഫ്റ്റിന് കയറുന്നത് വരെയുള്ള നമ്മുടെ ദിവസം. ഇതൊരു കല്യാണത്തിന് പോകാനുണ്ട്, സദ്യ കഴിക്കണം, പിള്ളേരെ എല്ലാവരെയും കാണാം, ചേച്ചി എല്ലാവരെയും. വീണ്ടും ഒരു കല്യാണ വ്ലോഗ്. ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് പോകാം. നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഔട്ട് ഓഫ് ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ കല്യാണം അത്ര ദൂരത്തല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. വരണം, റെഡിയാവണം, പോകണം. അത്രയും പരിപാടിയേ ഉള്ളൂ. പകുതി പരിപാടികൾ കഴിഞ്ഞു, പകുതി പരിപാടികൾ ചെയ്യണം. അപ്പം നമുക്കിനി അമ്മാമ്മയുടെ വീട് വരെ ഒന്ന് പോകാം. ഒരു സാധനം കൊണ്ട് കൊടുക്കണം. കുറച്ച് മീൻ അവിടെ കൊണ്ട് കൊടുക്കാനുണ്ടോ, കൊണ്ട് കൊടുത്തിട്ട് വേഗം കടയിലും പോയി നമുക്ക് വീട്ടിലെത്താം. എന്നിട്ട് ബാക്കി പരിപാടി. ഓക്കെ, അമ്മാമ്മയുടെ വീടെത്തി. ഇനിയിപ്പോൾ മീൻ കൊടുത്തിട്ട് കടയിലോട്ട് പോകും. അമ്മാമ്മോ, മീൻ പോട്ടെ, ചെന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ഞായറാഴ്ചയൊക്കെ ഞാൻ പൊതുവെ കല്യാണങ്ങൾക്ക് പോകാത്തത് കൊണ്ട് എപ്പോഴും ഞാൻ പോകുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കും. സത്യമാണ് നമ്മുടെ മെയിൻ. ഇന്നലെ തൊട്ട് നമ്മൾ ഡെയിലി വ്ളോഗിൻ്റെ അപ്ഡേറ്റാണ്. നമ്മുടെ ഡെയിലി വ്ളോഗ് പാർട്ട് 2, രണ്ടാമത്തെ ദിവസം. ഒരേ ഡ്രസ്സാണെന്നുള്ളത് നോക്കരുത്, ഞാൻ കുളിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഇങ്ങനെ തീർച്ചയായിരിക്കും. കാരണം ഉറക്കം പ്രോപ്പർ ആവുന്നില്ലല്ലോ. ഈ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോഴേ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ലൈറ്റ് കുറച്ച് കുറവായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പാല് മേടിച്ച് നമുക്ക് രാവിലെ ഒരു ഓട്സ് കഴിച്ചിട്ട് പോവാം. ഇനിയിപ്പോൾ ഊണ് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ നമുക്ക് രാവിലെ അത്ര ഹെവി ആയിട്ടൊന്നും കഴിക്കാനുള്ള സമയവും ഇല്ല. നമുക്ക് വേഗം ഇനി വീടെത്തിയിട്ട് ഓട്സൊക്കെ കഴിച്ചിട്ട് റെഡിയായിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് കല്യാണത്തിനെത്തിയേ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. ഇവിടുന്ന് ഇവരുമായിട്ട് അങ്ങോട്ട് പോകും, തൊട്ടിപ്പുറത്ത് തന്നെ. കല്യാണം കഴിഞ്ഞു. എല്ലാവരും വന്ന് കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫസ്റ്റ് പന്തി നടന്നുകൊണ്ടിരിക്കുക. സെക്കൻഡ് പന്തിക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ്. അതാണല്ലോ നമ്മുടെ മെയിൻ. നമ്മൾ നല്ല സമയത്തിനെത്തി കല്യാണത്തിന്. ഇവിടെ വെയിറ്റ് ചെയ്യാം, സദ്യ തുടങ്ങട്ടെ. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ ഒന്ന് കണ്ട്, അതാണല്ലോ പ്രധാനം. കല്യാണം നടക്കുന്നിടത്ത് തന്നെയാണ് സദ്യ കൊടുക്കുന്നത്, ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു റഷുണ്ട്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഒരു പന്തി കഴിഞ്ഞാലേ കയറാൻ പറ്റും. ഞാൻ മാത്രം കണ്ണടച്ചിരിക്കുന്ന ഫോട്ടോ. ഞങ്ങളൊരു സെറ്റ് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ 4ാമത്തെ പന്തിയിലെങ്കിലും സീറ്റ് കിട്ടുമോ എന്നറിയാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അമ്മ 50 രൂപ വാങ്ങിച്ചു എന്റെ കയ്യിൽ കയ്യിലേക്ക് ആരെങ്കിലും തരുന്നത് ഇപ്പൊ 50 രൂപ പോയി മേടിയില്ല. ഞങ്ങൾക്ക് ചായ കുടിക്കണ്ടെങ്കിൽ ഞങ്ങൾ പാല് മേടിച്ചാരണം പോലും. പോയി വാങ്ങ. അമ്മാമ്മ എനിക്ക് കൈമണി 50 രൂപ കൊണ്ടുപോകും. സുമി ബക്കറ്റ് സോഡ കുടിക്കാൻ പോണ ആഗ്രഹിച്ചിരിക്കാന്ന് പറഞ്ഞു. അമ്മാമ്മ എന്നെ കാണുമ്പോഴല്ല ഇവിടെ വന്നിട്ട് അന്ന് ഓടിപ്പോയതാന്ന് മോനുമായിട്ട് മരുന്ന് എടുത്ത് ബക്കറ്റ് സോഡയും കുടിക്കാൻ വന്നതാന്ന്. അപ്പൊ ബാബു ചാച്ചൻ വിളിച്ച് പോയെന്ന് പെട്ടെന്ന് ഒരു ദിവസം ചന്തമുക്കിയിലെ കട ബേക്കേഴ്സ് കോർണർ. ഗോപിക്ക് പ്രത്യേകതയൊന്നുമില്ല, എടുത്തോടിച്ചു. ഇതിന് ഇച്ചിരി ജെർക്കുണ്ട് സ്റ്റാർട്ടിങ്, അത് ബാലൻസ് ആയി വരാൻ. ഓണാക്കണ്ട, താക്കോലിട്ടിട്ട് നീ ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് വിട്ടാ മതി. കേറി ഇരിയ ആദ്യം, നിന്നോണ്ടാന്നേ ഓടിക്കുന്നത്. അത് മതി. ഞാൻ ഇന്നലെ വ്ളോഗ് എടുത്ത്, അമ്മാമ്മയുടെ കഥകളൊക്കെ ഉണ്ട് വ്ളോഗിൽ. പഴയ കഥകൾ, അമ്പിളി അമ്മേനെ പ്രസവിച്ച കഥയൊക്കെ ഉണ്ട് എൻ്റെ. നല്ല രസമാണ് അമ്മമ്മ കഥ പറയുന്ന കേൾക്കാൻ. കുറച്ച് മ്യൂട്ട് ചെയ്യും, കുറച്ച് BGM കയറ്റും, എഡിറ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ച് കഥ കേൾപ്പിക്കണം, കാരണം പാട്ട് കേൾക്കാനല്ലല്ലോ ആൾക്കാർ നോക്കും. ഇപ്പം 100-200 പേരൊക്കെ വരെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ വ്ളോഗൊക്കെ ഇപ്പം 150 ആയി. നിങ്ങൾ എന്താ വിചാരിച്ചത്? ചെയ്യട്ടെ, എനിക്കിതൊക്കെ ചെയ്തിടുമ്പോഴേ എനിക്ക് ഏത് കാലത്ത് വേണേലും കയറി കാണാമല്ലോ എന്നുള്ള ഒരു ഇത് മാത്രമേ മനസ്സിലുള്ളൂ. നിങ്ങളെ കാണിച്ചു ആദ്യം മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഒരു ജ്യൂസ് അടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ പൂർണ്ണതയായിട്ട് കാണിക്കേണ്ട കാര്യമില്ല, ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ കാണിക്കാവൂ. അതിനെ എടുത്തു തരാൻ ആള് വേണം, അല്ലെ കണ്ടു എടുത്തു തരാൻ ആളല്ലേ ഇരിക്കുന്നത്. ആമ്പിളി അമ്മയ്ക്ക് എടുക്കാനും അറിയത്തില്ല കൊടുത്താലും, അതാണ് മെയിൻ കാര്യം. കാഴ്ചകൾ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ നല്ല ഫ്രെയിം. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിസ്മൃതികളും അങ്ങനെയുള്ള വീഡിയോസുകളും ഒക്കെ അതിപ്പോ പറഞ്ഞ കുട്ടികളെ ഒരുപാട് നമ്മൾ എക്സ്പോസ് ചെയ്യരുന്നു സോഷ്യൽ മീഡിയയിലോട്ട്. വീഡിയോ എടുത്തു വെക്കുക, സോഷ്യൽ മീഡിയ അധികം ഇന്ന് ഇങ്ങനെ പറയുന്നു. അത്രയല്ല കാത്തൂന് അത്ര ഇൻട്രസ്റ്റ് അല്ല ആ കാര്യം, വീഡിയോ അധികം ഇടുന്നത്. പക്ഷെ അതങ്ങനെ സത്യമാണത്. അത് പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിട്ട് നല്ല ഇടയ്ക്ക് ഇടും. പക്ഷെ എന്തെങ്കിലും ജാലി സാധനമായിരിക്കും. അത് ചെലവാക്കിയില്ലേ ഡി നീ? എടുത്തോ നീ? ചേട്ടന് വേണോ? വേണോ ചോദിച്ചാ ഞാൻ വേണ്ടെന്ന് പറയൂ, അതുകൊണ്ട് നീ ചോദിക്കണ്ട പൊക്കു. നേരെ വായി. 2:45 ഇവിടുത്തെ ചായ സമയത്തല്ലേ? അതാ ഇവിടെ ചാച്ച നേരത്തെ കുടിക്കുന്ന ഇടങ്കി.
എനിക്ക് ഒരുപാട് ദൂരം എപ്പോഴും പോകുന്നില്ല, ഇന്ന് യാത്രയില്ല, പോകുമ്പോൾ ഉപയോഗിക്കാനും അത് നമുക്ക് മാക്സിമം വരേണ്ട ദൂരം ചാർജ് കവർ ആവുകയും ചെയ്യും. ഇപ്പം അവിടെ വന്നപ്പോൾ ഈ വട്ടന്റെ വണ്ടിക്കാണ് പതുക്കെ പതുക്കെ വരെ കിട്ടുന്ന വണ്ടി ഇതല്ലേ പതുക്കെ നമ്മുടെ ആലപ്പാട് കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ വീടിന്റെ ആ റോഡ് ഇപ്പൊ ചിറ്റയുടെ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ മൊത്തം ഈ വണ്ടി അമ്മ പറഞ്ഞ് ഇത്രയും വണ്ടി നമ്മൾ ഇത് മുന്നേ കണ്ടിട്ടില്ലല്ലോ. അവള് മറന്നുപോയി. കാറ്റില്ലല്ലേ വലിയ മുറ്റത്ത്, മറ്റേ ഈ സൈഡിൽ നല്ല കാറ്റുള്ളതായിരുന്നു, ഇപ്പൊ പുഴം നിന്നിരുന്നു. ഈ തുളസി എന്താ തെക്ക് വശത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്? മുറ്റത്ത് തുളസിക്കാരൻ വെച്ചൂടെ? ചൂടുണ്ട്, ചൂട് 4K ഷൂട്ട് ചെയ്തിട്ടേ ഫോൺ തന്നെ ഓഫായി പോകും. ചൂട് കൂടെ ഭയങ്കര. ഇവനെന്ത് തേങ്ങി പറയുന്നത്? എനിക്ക് എന്നോട് എന്തിനാ പറയുന്നത്? അവിടെ സോളാർ വെച്ചല്ലേ? എല്ലാരും EMI കാരണം ഭയങ്കര 2000-ന് മേലെ കറണ്ട് ബില്ല് മിനിമം വരണുണ്ട്. മാസം വരുന്നവർക്കേ ലാഭമുള്ളൂ അത് വെക്കുന്നതുകൊണ്ട്. മിനിമം 2000 എങ്കിലും വരുന്നവർക്ക് എല്ലാം ഉണ്ട്, സബ്സിഡി ഉണ്ട്, ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. അത്രയും പവർ സേവ് ആകുമല്ലോ. ഇനി എക്സ്ട്രാ വരുന്ന പവർ KCB എടുത്ത അത് ചെയ്തോട്ടുള്ളവരുടെ വീട്ടിൽ കണ്ടില്ലേ 260-300 രൂപയ്ക്കാണ് ബില്ല് വരുന്നത്. AC ഉപയോഗിക്കാം, പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഡെയിലി AC യൂസ് ചെയ്തിരുന്നൊക്കെ പവർ ഈ തണുപ്പ് ഇതാക്കി സൈഡ് സ്വിങ് ഫാൻ വെച്ചിട്ട്, അപ്പോൾ ഈ തണുപ്പ് നല്ല രീതിയിൽ സ്പ്രെഡാകും. ഓരോ ഡിഗ്രി കറണ്ട് കൂടുമ്പോഴും തണുപ്പാക്കുമ്പോഴും അത്രയും കറണ്ട് ആയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ ഏതറായിരിക്കും 2 ലക്ഷം. ഏതാണ് റിസ്റ്റയാണ്? ഏതാ റിസ്റ്റയാണ്? ബാക്കിൽ ഇങ്ങനെ ജക്കൂസി പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ വണ്ടി ഏന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഫ്രണ്ട് എങ്ങനെ ഇരിക്കും? ലൈറ്റ് മേളിലാണോ താഴെയാണോ? മേളിലാണോ താഴെയാണോ വണ്ടി ലൈറ്റ്? അവിടെ അല്ല, ലൈറ്റ് എവിടെയാണെന്ന്? മേളിലാണോ താഴെയാണോ? ഹാൻഡിലാണോ ലൈറ്റ് ഇരിക്കുന്നത്? താഴെയാണോ ലൈറ്റ്? അപ്പൊ റിസ്റ്റ് അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ഈ മാവ് നിറയെ മാങ്ങ കണ്ടെത്തിയിരിക്കുന്നു. അത്യാവശ്യം മാങ്ങയുണ്ട്. മഴക്കാർ നിൽക്കുന്നത് കൊണ്ട് ഒടുക്കത്തെ ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂട്. കുഴപ്പമില്ല, നമുക്ക് മാങ്ങ വിൽക്കാം. അത് തറ വീട് ചതഞ്ഞാന്ന് നോക്ക്.
അതാ മഴയ്ക്ക് മുന്നേ അത്. അടുത്ത മാങ്ങ പിച്ച സുമി. മാങ്ങ നമ്പർ 2. ഇപ്പൊ പോയി തീരെയാണ് ആ വെള്ളം. ദിവസവും പെരയുടെ പുറത്ത് കയറി കുറച്ച് മാറ്റിയില്ലേ പൊന്നു മോളെ. ഇനി ഇതിവിടെ ഉണ്ടാക്കാനൊക്കത്തില്ല. എന്ത് ചേട്ടാ കാലിന്റെ പുറകിൽ തന്നെ ഉണ്ട് ചവിട്ടൻ. പിച്ചെടുത്തത് വേഗം പിച്ച് മാറും, മഴയുടെ ലക്ഷണമുണ്ട്. സോ വാട്ട്, പിടിച്ചിരിക്കുന്ന ഒരു തൊട്ടി. നിങ്ങളിങ്ങനെ പരസ്പരം പുകഴ്ത്താതൊന്ന് ഭയങ്കര കിട്ടുന്നില്ല ചേട്ടാ. അത് പുറകിലോട്ട് തട്ടാ, അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ഇനി വരി. നമുക്കത് യൂട്യൂബ് ട്യൂട്ടോറിയൽ വീഡിയോ എങ്ങനെ മാങ്ങ പറിക്കോ. എങ്ങനെയുണ്ട് പയ്യെ എൻ്റെ മാങ്ങ വറുപ്പ്? താടിമള ഇതുണ്ടോ പുഴുതാ? അത് വെളിയിൽ വീഴും മിക്കവാറും. അകത്തോട്ടൊന്നുകൂടെ വലിച്ച് അകത്തേക്ക് തന്നെ ആ മാങ്ങ എത്തിച്ചിരിക്കുന്നു സുമി. ആ കൊല ഉടച്ചിടും. മിക്കവാറും ചുറ്റാ ശാഖ ഓടിച്ചിടുന്ന ലക്ഷണമല്ല കാണുന്നത്. മാങ്ങയിലോട്ട് മാറ്റി കൊളുത്തിട്ടേ വീഴുമത്. മാങ്ങയിടലിന്റെ അതല്ലേ പറഞ്ഞിട്ടേക്ക് ഇങ്ങനെ തന്നെ അതിനെ വീഴ്ത്തിക്കണം എന്നുള്ള വാശിയിലാന്ന് തോന്നുന്നു. കൈ കഴയ്ക്കും.
ഇതാണ്ട് ഇതാണ് വീടിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. അടിപൊളി അല്ലേ? നല്ല ഗ്രീനറി. ഇതൊരു കണ്ടതാ ശരിക്കും. മഴ പെയ്യുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിടക്കുന്ന, അറ്റത്തുണ്ട് വെള്ളം. കണ്ടല്ലേ? അതുകൊണ്ട് ഇവിടെ ഇച്ചിരി കാറ്റ് കിട്ടും. സൈഡൊക്കെ റോഡായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പടിഞ്ഞാറ് റോഡും അമ്പലവും വരെയൊക്കെ കാണാം. നല്ലൊരു സീനറി ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും വെയിലായിട്ട് ഇപ്പോൾ ഇവിടെ ഫുള്ളി ചെടികളായപ്പോൾ ഒരു ഭംഗിയായി. മുമ്പ് ഉണക്ക സമയത്ത് ഗ്രൗണ്ടായിട്ട് പിള്ളേർ കളിക്കും, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. എന്തോ മാങ്ങ കണ്ട അതെ, മാങ്ങയുടെ ഒരു വീഡിയോ എടുക്കട്ടെ. കണ്ടാത്ത വന്നല്ലേ, ഇച്ചിരി പച്ചപ്പുള്ളുണ്ട്, പുളി കാണുമെന്ന്. നല്ല അടിപൊളി മാങ്ങ, പുഴു കയറിയിട്ടില്ല, നല്ല മധുരമാണ് മാങ്ങയ്ക്ക്. ഒത്തിരി പഴുത്തിട്ടില്ലെങ്കിലും മധുരമുണ്ട്. സൂപ്പർ. ഇവിടെ ഇനി ഇവിടുന്ന് അമ്മയൊക്കെ ഇപ്പോൾ ചായ കുടിക്കുകയാണ്. കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങും. ചേച്ചി എടുത്ത് പോയി അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അവിടെ നേരെ ഒരിടത്ത് കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ. ഷിഫ്റ്റിൻ്റെ കയറണമല്ലോ. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല, എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒരു പോയിട്ടേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എത്തട്ടെ, വീടെത്തിയിട്ട് സമയം പോലെ ബാക്കി കാര്യങ്ങൾ വിശേഷിക്കുന്നത് കാണാം. ഓക്കെ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഒരിടത്തൂടെ കയറിയിട്ട് നമ്മൾ പോകും. വീടെത്തും. വീടെത്തിയിട്ട് പിന്നെ ചിലപ്പോഴേ കുളിക്കത്തുള്ളൂ, മടി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുഖമൊക്കെ കഴിഞ്ഞ് ഷിഫ്റ്റിന് കയറണം. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെയാണ് പരിപാടിയെല്ലാം ചെയ്ത് ഒതുക്കുന്നത്. ഞായറാഴ്ചയിലാണ് നമ്മൾ കൂടുതലും പരിപാടികൾക്ക് ഇറങ്ങുന്നത്. പക്ഷെ നമുക്ക് 7 മണിക്ക് കയറേണ്ടത് എപ്പോഴും ഒരു അറിയാണ് നമുക്ക്. ഇവിടെ നമ്മൾ എന്തായാലും സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ ചെല്ലണമല്ലോ, നേരെ കിട്ടുന്നതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 5-5:30 ആകുമ്പോഴേക്കും എന്തായാലും വീട്ടിലെത്തും. പിന്നെ നമുക്ക് മോൻ കഴിയൊക്കെ ഒന്ന് ഫ്രഷായി അപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിച്ചിട്ടങ്ങ് കയറാം. ഇതും പറഞ്ഞെങ്കിൽ ഷിഫ്റ്റിനിടയ്ക്ക് ബ്രേക്ക് കൊണ്ട് കഴിക്കാം. പക്ഷെ ഞാൻ നേരത്തെ തന്നെ കഴിക്കും. ഇടയ്ക്ക് ഇറങ്ങുന്നത് ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അത്രയുള്ള പരിപാടി. ഇനി നമുക്ക് വീടെത്തട്ടെ. അവരെല്ലാവരും വരുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. കണ്ട പുറകിൽ ഞാൻ നേരത്തെ വന്ന് വണ്ടി ഇപ്പുറത്ത് പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അമ്മയും മകളും അമ്മാമ്മയും ഭാവേനെ ഇന്ന് കിട്ടിയതായിട്ട് എനിക്ക് വീഡിയോയിൽ കരിച്ചിത്. പക്ഷെ നല്ല കളറുണ്ട്. ഏൽപ്പിക്കേണ്ട സാധനം അത് കൊടുക്കാനായിട്ട് അമ്മ അങ്ങോട്ട് പോയി. ഞാനിവിടെ റോഡിൽ തന്നെ വെയിറ്റ് ചെയ്തു. കാരണം കയറി ഇറങ്ങാനുള്ള സമയമില്ല. ഇന്ന് കാര്യം പറഞ്ഞ് നിൽക്കണമെന്നുണ്ട്. കുറച്ചേരൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകണമെന്നുണ്ട്. നമ്മുടെ വീടാണ്, ഇവിടെ കുടുംബ വീട്ടിലാണ്. പക്ഷേ അവരെ കണ്ട കാര്യം പറഞ്ഞ് നിന്ന് അത് കാരണം പിന്നെ അവർ പോയിട്ട് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മ പോയിട്ട് വരട്ടെ എന്ന്. അവരെന്ന് അമ്മ പോയിട്ട് വരട്ടെ, അവരെ കണ്ടിട്ട് വരും. അപ്പോൾ
ചിറ്റയെടുത്ത് പറഞ്ഞിട്ട് വരുന്നു. കാരണം ചെന്നിട്ട് എനിക്കും കുറച്ച് പരിപാടി ഒതുക്കണം, എന്നിട്ട് വേണം കയറാൻ. അമ്മയ്ക്കും കുറച്ച് പരിപാടികളുണ്ട്. ചെന്നിട്ട് പിന്നെ അതിന് ബുക്ക് ചെയ്യണം, അങ്ങനത്തെ എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് തന്നിട്ട് വേണം പരിപാടി ഒതുക്കണം. നമ്മൾ നിന്ന് വരുമ്പോൾ മഴയുടെ രാവിലെ തൊട്ടേന് മൂടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടും മഴ എപ്പോൾ വേണമെങ്കിലും പണി അതും കൂടെ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും മുന്നേ അങ്ങ് എത്താൻ വിചാരിച്ചു. അതുപോലെ അച്ഛനും വന്ന് കാണും, മിക്കവാറും എത്തിക്കാണും. അച്ഛൻ വന്ന വള്ളത്തിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, അപ്പോൾ ആളും വന്ന് കാണും. നമുക്കങ്ങനെ പോവാം. ചാച്ചനാണ് നേരെ പോകുന്നത്. ചാച്ചൻ എന്നെ കണ്ടില്ല. ഇനിയിപ്പോൾ അമ്മ വരട്ടെ, അതൊക്കെ ഇറങ്ങാം. ഇനിയിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിലും കുഴപ്പമില്ല, നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു. പ്ലാൻ ചെയ്യുന്നവരെല്ലാവരും പോയി. ഇത് പ്ലാനിങ്ങിനില്ലാത്ത കാര്യമായിരുന്നു, പക്ഷേ അത്യാവശ്യം ആയതുകൊണ്ട്, വരുന്ന വഴിക്കായതുകൊണ്ട് ഇന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു ദിവസമൊക്കെ ഇങ്ങോട്ടായിട്ട് വരാം. അപ്പോൾ സമാധാനമായിട്ട് അപ്പുറത്ത് നമ്മുടെ ഫേവറേറ്റ് മുന്തിരി സർബത്തൊക്കെ കുടിച്ചിട്ട് പോകാം. ഇപ്പോഴും അമ്മ ചോദിക്കുന്നുണ്ട് മുന്തിരി സർബത്ത് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ. സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കാരണം അങ്ങനെ വൈകൽ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ പണിയും വരാം. ഭയങ്കര മഴക്കാറുണ്ടോ, ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. കല്യാണം മൊത്തം അവിടെ നിന്ന് ചൂടെടുത്ത്, വെയിലിൽ ഒട്ടുമില്ല, ലൈറ്റ് ഒട്ടുമില്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട്. മഴ പെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പോലെ, പക്ഷെ പെയ്യത്തുമില്ല. ഇപ്പോൾ രാത്രി പെയ്യാനാണോ എന്നറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിലെത്തിയിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല. എന്നാലും നമുക്ക് വീട്ടിലെത്തിയൊരു പ്രോപ്പറായിട്ട് വർക്കിന് കയറുന്നവരെ എന്തൊക്കെ ചെയ്യുന്നുള്ളൂ നമുക്ക് നോക്കാം. സക്സസ്ഫുള്ളി നമ്മൾ രണ്ടാമത്തെ ദിവസവും വ്ളോഗ് എടുത്തിരിക്കുന്നു. എത്ര പേര് കാണുമെന്ന് അറിയില്ല, പക്ഷെ ഹാപ്പി. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും എടുക്കാമെന്നുള്ളൊരു പ്ലാനാണ്. നമ്മുടെ കാർത്തിക് സൂര്യ ചേട്ടനൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുള്ളിയുടെ വ്ളോഗൊന്നും കാണുന്നില്ല. പഴയ വ്ളോഗൊക്കെ ഇപ്പോൾ കയറി വരുന്നത്. ഇപ്പോൾ ഒന്നും ഇടുന്നില്ല. ഡെയിലി വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നില്ല. എന്തൊക്കെയാണെന്നറിയാം. വെയിറ്റിംഗ്. ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു ആവശ്യത്തിൻ്റെ കളർ കണ്ടില്ലേ? ഇത് ശരിക്കും ഈ കളറാണ്. ഇരിക്കുക ഒരുമാതിരി മൂടിക്കെട്ടി. പിന്നെ ഈ പുറകിലോട്ട് ആ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നത് പക്ഷേ കടലാട്ടോ. കടലിന് തൊട്ടിപ്പുറത്താണ് വീട്, കുടുംബ വീട്. നമ്മുടെ വീട് ഇവിടെ ആയിരുന്നു മുമ്പ്. തൊട്ടിപ്പുറം ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു 10 മീറ്റർ 5-10 മീറ്റർ അപ്പുറത്ത് കടലാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു ദിവസം വരാം. നമുക്കൊരു റീൽ എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് വരുമ്പോൾ വിടക്കാം. കടയിലെത്തി. ഇനി നേരെ വീട്ടിലോട്ട്.